സ്റ്റുഡൻസ്, ഇന്ന് ഫിസിക്സിൽ നമ്മൾ ചാപ്റ്റർ 27 ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ഫ്യൂഷൻ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ചാപ്റ്ററാണ്. ഫിഷൻ എന്താണ്, ഫ്യൂഷൻ എന്താണെന്ന കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്, ന്യൂക്ലിയർ റിയാക്ഷനിൽ ഉണ്ടാകുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പറയാൻ പോകുന്നത് വാട്ട് ഈസ് കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷനെ കുറിച്ചിട്ടാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു സിമ്പിൾ ടേംസിൽ നമുക്ക് ഇങ്ങനെ പറയാം, ബാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാവുമല്ലോ, അത് മറ്റൊരു ആറ്റംസോ അല്ലെങ്കിൽ മോളിക്യൂൾസോ ആയിട്ട് ഇൻറ്ററാക്ഷനിൽ വരുമ്പോൾ അതിൻ്റെ റീഅറേഞ്ച്മെൻറ്റ്, ബാലൻസ് ഇലക്ട്രോൺസിൻ്റെ റീഅറേഞ്ച്മെൻറ്റ് നടക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ എനർജി അബ്സോർബ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ റിലീസ് ചെയ്യപ്പെട്ട് ന്യൂ കോമ്പൗണ്ട് മോളിക്യൂളായിട്ട് മാറുകയും ചെയ്യുന്നു. ഓക്കെ, ഇതിനെയാണ് നമ്മൾ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇൻ ദിസ് പ്രോസസ് ന്യൂക്ലിയസോ അല്ലെങ്കിൽ ഇന്നർ ഓർബിറ്റിലെ ഇലക്ട്രോൺസും അൺഅഫക്റ്റഡ് ആയിട്ടാണ് കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ. എക്സാമ്പിൾ നമുക്ക് നോക്കാം, ഈ ഒരു പിക്ചറിൽ കാണിക്കുന്നുണ്ട്. An example of a chemical reaction is the interaction of carbon atoms with oxygen molecules to produce carbon dioxide. സോ ഇതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുള്ളതാണ് അതിൻ്റെ ഡെഫിനിഷനായിട്ട് ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞു തന്നത്. ദ ഫോർമേഷൻ ഓഫ് എ ന്യൂ കോമ്പൗണ്ട് മോളിക്യൂൾ ഡ്യൂ ടു റീഅറേഞ്ച്മെൻറ്റ് ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഇൻ ഇൻട്രാക്റ്റിംഗ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് വിത്ത് റിലീസ് ഓർ അബ്സോർപ്ഷൻ ഓഫ് എനർജി ഈസ് കോൾഡ് എ കെമിക്കൽ റിയാക്ഷൻ. In this process, the nucleus is not affected at all. Even the electrons in the inner orbits remain unaffected. Okay, അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് താഴെ തന്നിരിക്കുന്നത്. C+O2. സി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ആണ്. അതിൻ്റെ കാർബൺ ആറ്റം ഓക്സിജൻ മോളിക്യൂൾസുമായി കമ്പൈൻ ചെയ്യുമ്പോൾ എന്താണ്, CO2. നമുക്ക് ചെറിയ ക്ലാസ്സിൽ അറിയാം അല്ലേ, CO2 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് പ്ലസ് 4.08 ഇലക്ട്രോൺ വോൾട്ട്. വാട്ട് ഈസ് ദിസ്? എന്താണ് ഈ ഒരു 4.08 ഇലക്ട്രോൺ വോൾട്ട് കൊണ്ട് മീൻ ചെയ്യുന്നത്? നോർമലി കാർബൺ പ്ലസ് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്കെ ഫൈൻ. അപ്പോൾ 4.08 ഇലക്ട്രോൺ വോൾട്ട് എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ ഈ ഒരു കെമിക്കൽ റിയാക്ഷനിൽ കാർബൺ ആറ്റവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ 4.08 ഇലക്ട്രോൺ വോൾട്ട് എനർജി റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിനെ നമ്മൾ ബൈൻഡിങ് എനർജി എന്താണ് കേട്ടോ പറയുന്നത്. റിലീസ് ചെയ്യപ്പെടുന്ന എനർജീനെ നമ്മൾ ബൈൻഡിങ് എനർജി എന്നാണ് പറയുന്നത്. ബൈൻഡിങ് എനർജി ഇതാണ് കേട്ടോ. ബൈൻഡിങ് എനർജി വരുന്നത് 4.08 ഇലക്ട്രോൺ വോൾട്ട്. സോ ഇത്തരത്തിൽ എനർജി റിലീസ് ചെയ്യപ്പെടുന്ന റിയാക്ഷൻസ് ഉണ്ടാവുമല്ലോ, അവയെ നമ്മൾ എക്സോതെർമിക് റിയാക്ഷൻസ് എന്നാണ് കേട്ടോ വിളിക്കുന്നത്. ഓൺ ദ അതർ ഹാൻഡ്, എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെങ്കിൽ എനർജി ഇൻപുട്ടായി കൊടുക്കുന്ന ആ ഒരു റിയാക്ഷനെ നമ്മൾ എൻഡോതെർമിക് റിയാക്ഷൻസ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു എൻഡോതെർമിക്കിന് എക്സാമ്പിൾ നമുക്ക് നോക്കാം. സ്യൂട്ടബിൾ കണ്ടീഷനിൽ CO2 മോളിക്യൂൾ ഉണ്ടല്ലോ, മോളിക്യൂളിന് 4.08 ഇലക്ട്രോൺ വോൾട്ട് എനർജി കൊടുത്തു. ഈ ഒരു മോളിക്യൂൾ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് മോളിക്യൂൾസായിട്ട് ബ്രേക്ക് ചെയ്യുന്നു. വൈസ് വേഴ്സ ഇപ്പം കണ്ടിരിക്കുന്ന ഈ ഒരു ഇതിപ്പം എക്സോതെർമിക് ആണല്ലോ, ഇത് എൻഡോതെർമിക് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, CO2 പ്ലസ് എനർജി അബ്സോർബ് ചെയ്യുന്നതാണല്ലോ 4.08 ഇലക്ട്രോൺ വോൾട്ട്. എനർജീനെ അബ്സോർബ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു, കാർബൺ ആൻഡ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് മോളിക്യൂൾസായിട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. കാർബൺ ആൻഡ് O2 ആയിട്ട് ഓക്സിജനായിട്ട് മാറുന്നു. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ എൻഡോതെർമിക് റിയാക്ഷൻ. ഓക്കെ, നമ്മൾ ആദ്യം കണ്ട ഇക്വേഷനിൽ 4.08 ഇലക്ട്രോൺ വോൾട്ട് എനർജി ലീവ് ചെയ്യുമ്പോഴാണ് CO2 ഫോം ആവുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ കാർബൺ ആൻഡ് ഓക്സിജൻ അപേക്ഷിച്ച് നോക്കുമ്പോൾ CO2ൻ്റെ മാസ് ചെറുതാണ്, എന്നാൽ അത് 4.08 ഇലക്ട്രോൺ വോൾട്ടിൻ്റെ മാസിന് തുല്യവുമാണ്. ഇതിന് തുല്യമാണ് എന്താണെന്ന് പറയുന്നത്, CO2ൻ്റെ മാസ് എന്ന് കേട്ടോ. ഈ ഒരു എനർജിക്ക് അതിന് തുല്യമാണ് CO2ൻ്റെ മാസ്. പക്ഷേ ഈ ഒരു കാർബണിൻ്റെയും ഓക്സിജൻ്റെയും മാസിനെ കമ്പയർ ചെയ്യുമ്പോൾ അത് ഏറ്റവും സ്മോൾ ആണ്, ലെസ് ആണെന്ന് പറയുന്നത്. സോ ദ ലോസ് ഓഫ് മാസ് അതിന് നെക്സ്റ്റ് നമുക്ക് സ്ലൈഡിൽ നോക്കാം. നെക്സ്റ്റ്
ഇതാണ് നമ്മളിപ്പം പറഞ്ഞിട്ടുള്ളത് ഇക്വേഷൻ. ദിസ് ഈസ് എൻ എൻഡോതേർമിക് ഇക്വേഷൻ. എൻഡോതേർമിക് ഇക്വേഷന് എക്സാമ്പിൾ. അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള മോളിക്യൂൾസ് C+O2 ആയിട്ട് മാറുന്നു എനർജി റിലീസ് ചെയ്യുമ്പോൾ CO2. ഓക്കെ, അപ്പം എന്താണ് ലോസ് ഓഫ് മാസ് ഡെൽറ്റ, എത്രത്തോളം മാസ് ആ ഒരു സ്മോൾ ചേഞ്ച് ഉണ്ടാവില്ല, അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ E=mc², ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്. സോ that is find delta m, small m is equal to 4.08 into 1.602 into 10 raised to minus 19 divided by 9 into 10 raised to 16 ആണ്. സോ നമുക്ക് ഹെൻസ് നമ്മുടെ ആൻസർ 7.26 into 10 raised to minus 36 കിലോഗ്രാം ആണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് എന്താ നമുക്ക് മനസ്സിലാക്കാം, മാസിലുണ്ടാക്കുന്ന ചെറിയ ചേഞ്ചസ് ഡിറ്റക്റ്റ് ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, therefore we can say that in chemical reaction mass is conserved. Mass conserved ആയിരിക്കും. That means it is constant. So slight changes of mass does occur. അതാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പം അത് കൺസേർവ്ഡ് ആണ് ഇവിടെ ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻസിൽ ഉണ്ടാകുന്ന മാസ്. ആൻഡ് അതിൻ്റെ ചെറിയ ചേഞ്ചസ് നമുക്ക് ഉണ്ടാവാം. ഇത് പിന്നെ അതിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യപ്പെടുന്നില്ല. സോ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കുന്നത് എങ്ങനെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ടു ബി നോട്ടഡ് ഇൻ കെമിക്കൽ റിയാക്ഷൻസ്. കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട മെയിൻ പോയിൻറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജീസ് ഓഫ് ദ ഓർഡർ ഓഫ് 10 ഇലക്ട്രോൺ വോൾട്ട് ആർ ഇൻവോൾവ്ഡ്. 10 ഇലക്ട്രോൺ വോൾട്ടുള്ള എനർജീസ്, ഓർഡർ 10 ഇലക്ട്രോൺ വോൾട്ടുള്ള എനർജീസ് ഇൻവോൾവ്ഡ് ആയിരിക്കണമെന്ന്. ചേഞ്ച് ഓഫ് മാസ് ഈസ് ഓഫ് ദ ഓർഡർ ഓഫ് 10 raised to minus 35 kilogram, which is extremely small, and we say that mass is conferred. അപ്പോൾ 10 raised to minus 35 ഓർഡർ ഉള്ള ആ ഒരു മാസ് ഉള്ള ആ ഒരു ഇതുണ്ടാവുമല്ലോ, അത് വിച്ച് ഈസ് എക്സ്ട്രീംലി സ്മോൾ എന്നായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ മാസ് കൺസേർവ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. The total number of atom of each type on the right hand side of the chemical reaction is always equal to the total number of atom of each type on the left hand side. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കുന്നതാണെങ്കിലും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ആ ഒരു കെമിക്കൽ ഇക്വേഷൻ നോക്കുന്നതാണെങ്കിലും ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ന്യൂക്ലിയർ റിയാക്ഷനിൽ നോക്കാം. ന്യൂക്ലിയർ റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച കെമിക്കൽ റിയാക്ഷൻ അല്ലേ. ഇപ്പം പഠിക്കാൻ പോകുന്നത് ന്യൂക്ലിയർ റിയാക്ഷൻ ആണ്. സോ ന്യൂക്ലിയർ റിയാക്ഷനിൽ ഇലക്ട്രോൺസ് അല്ല, മറിച്ച് ന്യൂക്ലിയസ് ആണ് പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദി റിസൾട്ട് വിൽ ബി എ ഫോർമേഷൻ ഓഫ് അനദർ എലമെൻറ്റ്. ഈ ഒരു പ്രോസസ്സിനെ ട്രാൻസ്മ്യൂട്ടേഷൻ ഓഫ് ന്യൂക്ലിയ എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, ട്രാൻസ്മ്യൂട്ടേഷൻ ഓഫ് ന്യൂക്ലിയ എന്നാണ് ഈ ഒരു റിയാക്ഷനെ നമ്മൾ വിളിക്കുന്നത്. നമുക്കറിയാം ഒരു ആറ്റത്തിൻ്റെ എൻറ്റയർ പോസിറ്റീവ് ചാർജും ന്യൂക്ലിയസിൽ കോൺസെൻട്രേറ്റഡ് ആണെന്ന് അല്ലേ. അപ്പോൾ അതിൻ്റെ സൈസ് എന്തായിരിക്കും? സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഓർഡർ ഓഫ് 10 raised to minus 15 മീറ്റർ ആയിരിക്കും കേട്ടോ, എം ആയിരിക്കും. എം ആയിരിക്കും കേട്ടോ. മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, ഒരു സെർട്ടൈൻ ഓർബിറ്റ് ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്തിട്ട് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ടെന്ന്. ആൻഡ് ദിസ് ക്രിയേറ്റ് എ സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ബാരിയർ. ആ ഒരു ഇലക്ട്രോൺസ് സ്പെസിഫൈഡ് ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ബാരിയറിനെ നമ്മൾ കൂളോം ബാരിയർ എന്നും വിളിക്കുന്നുണ്ട് കേട്ടോ. ദിസ് കൂളോം ബാരിയർ കാർബണിൻ്റെ കേസിൽ 3 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ആണ് ആൻഡ് 20 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ആണ് ലെഡിൻ്റെ ന്യൂക്ലിയയിൽ. ഓക്കെ, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു 3 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ആണ് കാർബണിൻ്റെ, അല്ലെങ്കിൽ 20 ആണ് ലെഡിൽ എന്നൊക്കെ ഞാൻ ഇപ്പം പറഞ്ഞു. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു പ്രോട്ടോണിന് ഒരു കാർബൺ ന്യൂക്ലിയസിൽ കയറി ട്രാൻസ്മ്യൂട്ടേഷൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ എനർജി 3 മില്യൺ ഇലക്ട്രോ വോൾട്ടിനേക്കാളും കൂടുതലായിരിക്കണം. ഓക്കെ, ഇതാണ് കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി 1919
1919 ലോർഡ് റുദർഫോർഡാണ് ന്യൂക്ലിയർ ട്രാൻസ്മുട്ടേഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ റിയാക്ഷൻ എന്ന ഈ ഒരു ഫിനോമിനൻ ഡിസ്കവർ ചെയ്തത്. അദ്ദേഹം ഒരു പൊളോണിയം സോഴ്സിന് ഹൈ എനർജി, ദറ്റ് ഈസ് 7.7 മില്യൺ ഇലക്ട്രോൺ വോൾട്ടിൻ്റെ ഉള്ളിൽ ആൽഫ പാർട്ടിക്കിളുമായി നൈട്രജൻ ഗ്യാസിനെ കൂട്ടിച്ചേർത്തു. ഓക്കെ, ഇവിടെ ഉണ്ട്, ദിസ് ഈസ് alpha particle and the nitrogen gas കൂട്ടിച്ചേർത്തു. Then he observed that the nitrogen and O2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജനായി ട്രാൻസ്ഫോം ചെയ്തെന്ന്, നൈട്രജന് ഓക്സിജനായിട്ട് ട്രാൻസ്ഫോം ചെയ്തെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഈ ഒരു ചേഞ്ച് ഉണ്ടാവാൻ കാരണം അവിടെ ഉണ്ടായിരുന്ന ഹൈ എനർജി പ്രോട്ടോൺസ് ആണ്. സോ ഹെൻസ് ദ ഇക്വേഷൻ എന്തായിരിക്കും? ദറ്റ് ഈസ് ഹീലിയം ആണല്ലേ, നമ്മുടെ ആൽഫ പാർട്ടിക്കിൾസ് ലൈക്ക് ദി ഹീലിയം മോളിക്യൂൾ. സോ ദറ്റ് ഈസ് അറ്റോമിക് നമ്പറും മാസ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ആൻഡ് നൈട്രജൻ ഗ്യാസിനാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇറ്റ് ട്രാൻസ്ഫോം ഇൻറ്റു എന്തായിട്ടാണ് അത് ട്രാൻസ്ഫോം ചെയ്തിട്ട് ഓക്സിജനായിട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. ഇവിടെ 1.2 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് സപ്ലൈഡ് ഫ്രം ദി ഔട്ട്സൈഡ്. ദഫോർ ഇതൊരു എൻഡോതേർമിക് ന്യൂക്ലിയർ റിയാക്ഷൻ ആണ് കേട്ടോ. ഇതിൽ 1.2 മില്യൺ ഇലക്ട്രോൺ വോൾട്ട്, 2 മില്യൺ ഇലക്ട്രോൺ വോൾട്ടാണ് ഔട്ട്സൈഡിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തത്. അപ്പോൾ അതിനെ എൻഡോതെർമിക് ന്യൂക്ലിയർ റിയാക്ഷൻ എന്നാണ്, ന്യൂക്ലിയർ റിയാക്ഷനാണ് വരുന്നത്. ഇനി വേറൊരു കേസ് നോക്കാം നമുക്ക്. നേരത്തെ അതേ ആൽഫ പാർട്ടിക്കിൾ അലൂമിനിയം, നേരത്തെ ആ ഒരു ആൽഫ പാർട്ടിക്കിൾ ഉണ്ടല്ലോ, അത് അലൂമിനിയം ആയിട്ട് ബൊമ്പാർഡ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഗിവൺ ബിലോ. നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ അലൂമിനിയം ആയിട്ട് ബൊമ്പാർഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഈ ഒരു ന്യൂക്ലിയർ റിയാക്ഷനിൽ 10.7 ആണ് കേട്ടോ. 10.7 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് എനർജി റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് അബ്സോർബ് ചെയ്യുന്നതിനെ കൊണ്ട് എൻഡോതെർമിക് ആണല്ലോ, ഇറ്റ് ഈസ് റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, സോ അത് റിലീസ് ചെയ്യപ്പെടുന്നതിനെ കൊണ്ട് സോ വി ക്യാൻ കൺക്ലൂഡ് മോർ എനർജി ഈസ് റിലീസ്ഡ് ദാൻ ദി ഇൻപുട്ട് എനർജി. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എക്സോതെർമിക്. ഇത് എൻഡോതെർമിക് ആണ്, ദിസ് വൺ എൻഡോതെർമിക് ആണ്, ആൻഡ് ദിസ് വൺ ഈസ് ദ എക്സാമ്പിൾ ഓഫ് ദി എക്സോതെർമിക് റിയാക്ഷൻ. ഓക്കെ, ഇനി ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് നോക്കാം. പ്രോട്ടോൺസിൻ്റെ ന്യൂട്രോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, എക്സാമ്പിളാണ് നമുക്ക് വരുന്ന ഈ ഒരു ന്യൂട്രോൺസിനും ന്യൂക്ലിയർ റിയാക്ഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടോൺസിനും ന്യൂട്രോൺസിനും വരുന്ന എക്സാമ്പിളാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം കൺസർവേഷൻ ലോസ് ഫോർ ന്യൂക്ലിയർ റിയാക്ഷൻ. ഒരു കൺസർവേഷൻ ലോ ഫോർ ന്യൂക്ലിയർ റിയാക്ഷൻ നേരത്തെ നമ്മൾ കെമിക്കൽ റിയാക്ഷൻ്റെ കേസിൽ കേട്ടിട്ടില്ലേ? കെമിക്കൽ റിയാക്ഷൻ്റെ കേസിൽ ചില പോയിൻറ്റ്സ് കേട്ടിട്ടുണ്ട്. ആ ഒരു പോയിൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് ആ ഒരു റിയാക്ഷൻ സംഭവിക്കുന്നുള്ളൂ എന്നതാണ്. അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെയാണ് ന്യൂക്ലിയർ റിയാക്ഷൻ്റെ കേസിലും. ഇതിൽ ഫസ്റ്റ് വന്നിട്ട് the sum of the mass numbers of the reactant is equal to the sum of mass numbers of the product. Equation 27.7 അത് നിങ്ങൾ നോക്കണം കേട്ടോ. മാസ് നമ്പർ 7 is equal to 3 plus 4 equal to 6 plus 1 is conserved. ഓക്കെ, അതായത് വിച്ച് മീൻസ് ഇത്രയേ ഉള്ളൂ, റിയാക്റ്റൻസിൻ്റെ മാസ് നമ്പറിൻ്റെ സമ്മും പ്രൊഡക്റ്റിൻ്റെ മാസ് നമ്പറിൻ്റെ സമ്മും ചെയ്യുമ്പോൾ കിട്ടുന്നത് ഈക്വൽ ആണെന്നാണ്. ഓൺ ദ അതർ ഹാൻഡ് ഓക്കെ, നമ്മളിപ്പം റിയാക്റ്റൻറ്റ് സൈഡിൽ ഉണ്ടാകുന്ന മാസ് നമ്പർ ഉണ്ടാവുമല്ലോ, അതും പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ ഉണ്ടാകുന്ന മാസ് നമ്പറും കൂട്ടിയാൽ കിട്ടുന്ന സെയിം നമുക്ക് നോക്കാം. ഇതാ ഇവിടെ നിങ്ങൾ ഒരു എക്സാമ്പിളായിട്ട് നോക്കുക. ഹീലിയം ആറ്റംസ് ആണ്. ഇതിൽ ഇതിൻ്റെ മാസ് നമ്പേഴ്സ് നോക്കൂ. ഫസ്റ്റ് പോയിൻ്റാണ് പറയുന്നത്. ഇവിടെ 6 ആണ് വരുന്നത്. ഈ 6ഉം 1ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ നമുക്ക് 7 കിട്ടുന്നുണ്ട്. ദറ്റ് ഈസ് ഇത് 6ഉം 1ഉം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ. ആൻഡ് ഇവിടെ നോക്കൂ, 3ഉം 4ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എൻ്റെ പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ നിന്ന് വരുന്നത് നമുക്ക് എന്താ
3യും 4ഉം കൂട്ടിക്കഴിഞ്ഞാലും 7 കിട്ടുന്നത്. അപ്പോൾ മാസ് നമ്പേഴ്സ് ഈക്വൽ ആണെന്നാണ് പറയുന്നത്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണെങ്കിലും റൈറ്റ് ഹാൻഡ് സൈഡ് ആണെങ്കിലും. ആൻഡ് ഓൺ ദ അതർ ഹാൻഡ് ദിസ് ഈസ് ഓൾസോ ട്രൂ ഫോർ ഇൻ ദ കേസ് ഓഫ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ നോക്കുന്നതാണെങ്കിലും സെയിം ആണ് വരുന്നത്. ഇവിടെ 3 ആണ് വരുന്നത്, ഇവിടെ 1 ആണ് അല്ലേ. 3 + 1 4 ആണ് വരുന്നത്. ഇവിടെ എന്താണ് അറ്റോമിക് നമ്പർ 2 ആണ് വരുന്നത്, ഹീലിയത്തിൻ്റെ ഇവിടെയും 2 ആണ് വരുന്നത്. സോ ഇത് മാസ് നമ്പറിൻ്റെ കേസിൽ നോക്കുന്നതാണെങ്കിലും അറ്റോമിക് നമ്പറിൻ്റെ കേസിൽ നോക്കുന്നതാണെങ്കിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇനി ന്യൂക്ലിയർ റിയാക്ഷൻ ഫോളോ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. വി നോ ദാറ്റ് മാസ് ഈസ് കോൺസെൻട്രേറ്റഡ് ഫോം ഓഫ് എനർജി. ദർഫോർ ദ സം ഓഫ് ഇൻപുട്ട് കൈനറ്റിക് എനർജി പ്ലസ് ദ മാസ് ഓഫ് ദി റിയാക്ടൻസ് ഈസ് ഈക്വൽ ടു ദ ഔട്ട്പുട്ട് കൈനറ്റിക് എനർജി പ്ലസ് ദ മാസ് ഓഫ് ദി പ്രൊഡക്ട്സ്. ഇതെന്താണ് പറയുന്നത്? ന്യൂക്ലിയർ റിയാക്ഷൻ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. എനർജിയുടെ ഒരു കോൺസെൻട്രേറ്റഡ് ഫോമാണ് എനർജി, കോൺസെൻട്രേറ്റഡ് ആൻഡ് ഫോമാണ് കേട്ടോ അത് വരുന്നത്. ആൻഡ് ദാറ്റ് ഈസ് റിയാക്റ്റൻസിൻ്റെ കൈനറ്റിക് എനർജി ആൻഡ് മാസ് ആഡ് ചെയ്താൽ കിട്ടുന്നത് ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. പ്രൊഡക്റ്റിൻ്റെ കൈനറ്റിക് എനർജി ആൻഡ് മാസ് എനർജി ആഡ് ചെയ്താൽ കിട്ടുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ആ മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, ന്യൂക്ലിയർ റിയാക്ഷൻസ് ഫോളോ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം വിച്ച് റിസൾട്ട്സ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കൈനറ്റിക് എനർജി എമംഗ് വേരിയസ് പ്രൊഡക്റ്റ് ന്യൂക്ലിയർ. അതായത് ന്യൂക്ലിയർ റിയാക്ഷൻസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റും ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ റിയാക്ഷൻ വഴി ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ന്യൂക്ലിയയിലുണ്ടല്ലോ കൈനറ്റിക് എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ന്യൂക്ലിയർ റിയാക്ഷനിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് നമ്മളിപ്പം പറയാൻ പോകുന്നത് ന്യൂക്ലിയർ ഫിഷൻ. ഈ ഒരു ചാപ്റ്ററിൽ വരുന്നതും ഈ ഒരു ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും തന്നെയാണ് എന്തെന്ന് നോക്കേണ്ടതാണ്. ഇവിടെ ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ന്യൂക്ലിയർ ഫിഷൻ്റെ എന്താണ് പിക്ചറാണ് വരുന്നത് കേട്ടോ. ന്യൂക്ലിയർ ഫിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ is a nuclear reaction in which the nucleus of an atom splits into 2 or more smaller nuclei along with the release of energy and other particles. അതായത് സിംപ്ലി നമുക്ക് എന്ത് പറയാം, ന്യൂക്ലിയർ ഫിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ന്യൂക്ലിയർ റിയാക്ഷൻ തന്നെയാണ്. അതായത് ന്യൂക്ലിയസ്, ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ആവുന്നുണ്ട്, ഒന്നോ അതിലധികമോ സ്മോളർ ന്യൂക്ലിയ ആയിട്ട് അത് സ്പ്ലിറ്റ് ആവും. അതിൻ്റെ കൂടെ എന്തൊക്കെയാണ് റിലീസ് ചെയ്യപ്പെടുന്നത്? എനർജി റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്, കൂടാതെ ചില ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസും അത് റിലീസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ദിസ് പ്രോസസ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ബോത്ത് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് എനർജി ഇൻ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ആൻഡ് ഇൻ ദ ഓപ്പറേഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഫിഷൻ ഒക്കർ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഒരു ഹെവി അറ്റോമിക് ന്യൂക്ലിയസിലായിരിക്കും ന്യൂക്ലിയർ ഫിഷന് ടിപ്പിക്കലി ബിഗിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിന് എക്സാമ്പിളായിട്ട് യുറാനിയം തന്നെ എടുക്കാം. ഓക്കെ, യുറാനിയം എടുത്തു കഴിഞ്ഞാൽ യുറാനിയം 235. ഓക്കെ, ഇനിയിപ്പോൾ യുറാനിയോ അല്ലെങ്കിൽ ഈ ഒരു പിക്ചറിൽ കാണിക്കുന്ന പോലെ തന്നെ യുറാനിയം എടുത്തു കഴിഞ്ഞോ, അല്ലെങ്കിൽ നമുക്ക് പ്ലൂട്ടോണിയോ 239 വരുന്ന, അല്ലെങ്കിൽ അബ്സോർബ്സ് എ ന്യൂട്രോൺ. പിന്നെ അത് കാണിക്കുന്നത് ഒരു ന്യൂട്രോണിനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂക്ലിയസ് എന്തായിരിക്കും? ബിക്കം അൺസ്റ്റേബിൾ ആയിരിക്കും. സോ ദ അൺസ്റ്റേബിൾ ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ഇൻറ്റു 2 സ്മോളർ ന്യൂക്ലിയർ. അപ്പം ഇത് ന്യൂക്ലിയർ ഫിഷനിൽ ഇത് എന്താണ്, നമ്മുടെ യുറാനിയം അൺസ്റ്റേബിളായി മാറും, അത് സ്പ്ലിറ്റ് ചെയ്യും, ചെറിയ ന്യൂക്ലിയസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും, നോൺ ആസ് ഫിഷൻ ഫ്രാഗ്മെൻറ്റ്സ്. അതിനാണ് ഈ ഒരു ചെറിയ ഇതായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നല്ലോ, ഇതിനാണ് നമ്മൾ ഫിഷൻ ഫ്രാഗ്മെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. This splitting process also releases additional neutrons and a significant amount of energy. Additional ന്യൂട്രോൺസിനെയും അത് എന്താണ് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്, കൂടാതെ എനർജീനെയും ഞാൻ കുറച്ച് മുൻപേ പറഞ്ഞില്ലേ, ഒരു ടൈപ്പ് ഓഫ് എനർജീനെ അത് റിലീസ് ചെയ്യുന്നുണ്ട്. സോ ദ ന്യൂട്രോൺസ് റിലീസ്ഡ് ക്യാൻ ഇനീഷ്യേറ്റ് ഫിഷൻ ഇൻ അതർ നിയർ ബൈ ന്യൂക്ലിയർ. അപ്പം എന്താണ്, ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ഫിഷൻ ഫ്രാഗ്മെൻ്റ് ഉണ്ടല്ലോ, ഇത് നെക്സ്റ്റ് ഇവിടെ അടുത്തുള്ള വേറൊരു ന്യൂക്ലിയോ ആയിട്ട് ഫിഷനിൽ ഏർപ്പെടും. പിന്നീടും ആ ഒരു ചെയിൻ റിയാക്ഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ലീഡിങ് ടു എ സെൽഫ് സസ്റ്റെയിനിങ് ചെയിൻ റിയാക്ഷൻ. അപ്പം അത് സെൽഫ് സസ്റ്റെയിൻഡ് ആയിട്ടൊരു ചെയിൻ റിയാക്ഷൻ വരെ അതെന്ത് ലീഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു എനർജി റിലീസ് ഉണ്ടെന്ന്.
ഈ ഒരു എനർജി റിലീസ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈൻഡിങ് എനർജി ഓഫ് ദ അറ്റോമിക് ന്യൂക്ലിയസ് വഴിയാണ് കേട്ടോ. വെൻ എ ഹെവി ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ദ ടോട്ടൽ ബൈൻഡിങ് എനർജി ഓഫ് ദ റിസൾട്ടിങ് സ്മോളർ ന്യൂക്ലിയർ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി ഒറിജിനൽ ന്യൂക്ലിയസ്. അപ്പോൾ നമുക്ക് ബൈൻഡിങ് എനർജി കാരണം ഹെവി ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്യല്ലോ. അപ്പം ആ കിട്ടുന്ന ആ ഒരു സ്മോളർ ന്യൂക്ലിയറിൻ്റെ ബൈൻഡിങ് എനർജി നമ്മുടെ പാരൻറ്റ് ന്യൂക്ലിയറിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. The difference in binding energy is released primarily in the form of kinetic energy of the fission fragments and as electromagnetic radiations. Okay. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ന്യൂക്ലിയർ ഫിഷൻ എവിടെയൊക്കെ ആപ്ലിക്കേഷൻ ലെവലിൽ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിലും ന്യൂക്ലിയർ വെപ്പൺസിലും ഒക്കെ ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഫിഷന് പവർ പ്ലാന്റ്സിൽ എന്താണ് വരുന്നത്? ഈ ഒരു ന്യൂക്ലിയർ റിയാക്ടേഴ്സ് കൺട്രോൾ ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ ജനറേറ്റ് ഹീറ്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് സ്റ്റീം ദാറ്റ് ഡ്രൈവ്സ് ടർബിൻ ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി. സോ പിന്നെ ന്യൂക്ലിയർ വെപ്പൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റോമിക് ബോംബ്സ് ഒക്കെ അതൊക്കെ ഇതിൻ്റെ ന്യൂക്ലിയർ ഫിഷൻ്റെ ആപ്ലിക്കേഷൻ ലെവലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്ന ഒരു പവർഫുൾ പ്രോസസ്സാണ്. So while it offers substantial benefits in terms of energy efficiency and low carbon emission, it also presents the challenge that require careful management. Okay, and next നമുക്ക് നോക്കാം മെക്കാനിസം ഓഫ് ന്യൂക്ലിയർ ഫിഷൻ. ന്യൂക്ലിയർ ഫിഷൻ്റെ മെക്കാനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെവറൽ കീ സ്റ്റെപ്സ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് അതായത് അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രോൺ ബൈ എ ഹെവി ന്യൂക്ലിയസ് ടു ദി റിലീസ് ഓഫ് എനർജി ആൻഡ് ദി അഡീഷണൽ ന്യൂട്രോൺ. അപ്പം ഈ ഒരു പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് ന്യൂട്രോൺ അബ്സോർപ്ഷനാണ്. ന്യൂട്രോൺ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ഇനീഷ്യേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇതിൽ ഫിഷൻ ബിഗിൻസ് വെൻ എ ഹെവി ന്യൂക്ലിയസിൻ്റെ നേരത്തെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, യുറാനിയം 235 അല്ലെങ്കിൽ പ്ലൂട്ടോണിയോ എടുക്കുക. അബ്സോർബ് എ സ്ലോ മൂവിങ് ന്യൂട്രോൺ. എന്താണ് ആ ഒരു യുറാനിയോ അല്ലെങ്കിൽ പ്ലൂട്ടോണിയോ ഒരു സ്ലോ മൂവിങ് ആയിട്ടുള്ള ന്യൂട്രോണിനെ അബ്സോർബ് ചെയ്യും. അപ്പം ആ ഒരു ന്യൂക്ലിയസ് എന്താവുമല്ലോ അത് അൺസ്റ്റേബിൾ ആയിരിക്കും. ആഫ്റ്റർ അബ്സോർബിങ് ദി ന്യൂട്രോൺ ആൻഡ് ഫോംസ് എ ഷോർട്ട് ലിവ്ഡ്. ആ ഒരു ന്യൂക്ലിയസ് അൺസ്റ്റേബിൾ കണ്ടീഷനിലായിരിക്കും. ഈ ഒരു ന്യൂട്രോണിനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോർട്ട് ലിവ്ഡ് കണ്ടീഷനിലായിരിക്കും അത് എത്തിപ്പെടുന്നത്. ഹൈലി എനർജൈസ്ഡ് സ്റ്റേറ്റ്സ് കോൾഡ് എ കോമ്പൗണ്ട് ന്യൂക്ലിയസ്. ഇതിനെ കോമ്പൗണ്ട് ന്യൂക്ലിയസ് എന്നാണ് പറയുന്നത് കേട്ടോ. അതിന് ആ ഒരു ഹൈലി എനർജൈസ്ഡ് സ്റ്റേറ്റിനെ. ഇനി ഈ ഒരു കോമ്പൗണ്ട് ന്യൂക്ലിയസ് ഉണ്ടാവുമല്ലോ, ദറ്റ് ഈസ് ന്യൂട്രോണിനെ അത് അബ്സോർബ് ചെയ്തു. ദറ്റ് ഈസ് യുറാനിയം 236 ആയിട്ട് മാറി യുറാനിയം 235. ഇതാണ് ന്യൂക്ലിയർ ഇൻസ്റ്റെബിലിറ്റിയിൽ കാണിക്കുന്നത്. ഇനീഷ്യൽ കണ്ടീഷനിൽ എന്താണ് യുറാനിയം 235 എന്തിന് എനർജി ഒരു ന്യൂട്രോണിനെ അബ്സോർബ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അത് അൺസ്റ്റേബിൾ ആയിരിക്കും. സോ അത് ഷോർട്ട് ലിവ്ഡ് ആയിരിക്കും. ആൻഡ് ദി ഇത് അബ്സോർബ് ചെയ്തതിനെ കൊണ്ട് തന്നെ ഹൈലി എനർജൈസ്ഡ് സ്റ്റേറ്റിലായിരിക്കും വരുന്നത്. പിന്നെ കോമ്പൗണ്ട് ന്യൂക്ലിയസ് എന്നാണ് പറയുന്നത്. ഈ ഒരു കോമ്പൗണ്ട് ന്യൂക്ലിയസ് ആണ് യൂസിബിൾ 236 ആയിരുന്നത്. ഓക്കെ, ഈസ് ഇൻ എക്സൈറ്റഡ് സ്റ്റേറ്റ് ആൻഡ് ഹാസ് എക്സസ് എനർജി. ഈ ഒരു യുറാനിയം 236 എന്തായിരിക്കും? എക്സസ് എനർജി ഉണ്ടാവും. കൂടാതെ അത് എക്സൈറ്റഡ് സ്റ്റേറ്റിലായിരിക്കും. സോ ദ strong nuclear forces that bind protons and neutrons together are overwhelmed by the electrostatic repulsion between the positively charged protons. This imbalance makes the nucleus unstable, and it is unable to hold together. അപ്പം ആ ഒരു പ്രോട്ടോൺസിനെ ആ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾഷൻ മൂലം എന്താണ് അൺസ്റ്റേബിൾ നിലയിലേക്ക് ഉണ്ടാകുന്നത്. സോ ഇത് അതിനെ ഹോൾഡ് ചെയ്യാൻ പെട്ടെന്ന് തന്നെ ഹോൾഡ് ചെയ്യാനത് പറ്റത്തില്ല. ഓക്കെ, ഇനി തേർഡ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയസ് സ്പ്ലിറ്റാണ്. അതായത് ഫിഷൻ എന്ന് പറയുന്നു. ഈ ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്യുന്ന നമ്മൾ നോർമലി ഫിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അൺസ്റ്റേബിൾ ന്യൂക്ലിയസ് ഉണ്ടല്ലോ ഇലോങ്ങേറ്റ് ചെയ്യും. എന്നിട്ട് അത് എന്താണ് 2 സ്മോളർ ഡോട്ടർ ന്യൂക്ലിയ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതിനെ 2 സ്മോളർ
ഡോട്ടർ ന്യൂക്ലിയനെ നമ്മൾ എന്താ പറയുന്നത്, ഫിഷൻ ഫ്രാഗ്മെൻറ്റ്സ്. നേരത്തെ കുറച്ച് മുൻപ് ഞാൻ പറഞ്ഞു നിർത്തിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം ഇത് പെട്ടെന്നാണ് കേട്ടോ, റാൻഡംലി അത് ഒക്കർ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ഡോട്ടർ ന്യൂക്ലിയ ഉണ്ടല്ലോ, അത് ഐഡൻറ്റിക്കൽ ആയിരിക്കില്ല ആൻഡ് കുഡ് ബി ഐസോടോപ്സ് ഓഫ് എലമെൻറ്റ്സ് ലൈക്ക് ട്രിപ്റ്റോൺ, ബാരിയം, സെനോൺ ഓർ സ്ട്രോൺഷ്യം. ഓക്കെ. ആൻഡ് ദ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ റിലീസ് ഓഫ് ന്യൂട്രോൺസ് ആണ്. അപ്പം ഫിഷൻ്റെ ആ ഒരു ടൈമിൽ തന്നെ 2 or 3 ന്യൂട്രോൺസും ടിപ്പിക്കലി റിലീസ് ചെയ്യപ്പെടുന്നുണ്ട് ഡോട്ടർ ന്യൂക്ലിയ ആയിട്ട്. ദീസ് ന്യൂട്രോൺസ് മേ ഇനീഷ്യേറ്റ് ഫർദർ ഫിഷൻ റിയാക്ഷൻ ഇഫ് ദേ എൻകൗണ്ടർ അതർ ഫിസൈൽ ന്യൂക്ലിയ. ഓക്കെ. ആൻഡ് ദ ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി റിലീസാണ്. കൈനറ്റിക് എനർജിൻ്റെ ഫോമിലായിരിക്കും ഒരു സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യപ്പെടുന്നത് ഈ ഒരു ഫിഷൻ ഫ്രാഗ്മെൻറ്റ്സ് കേട്ടോ. ആൻഡ് ദി റേഡിയേഷൻസ് ഗാമ റേസ് ഒക്കെയാണ് ഇവിടെ വരുന്ന റിലീസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡോട്ടർ ന്യൂക്ലിയസ് ഉണ്ടാവില്ലേ, അത് ഹൈ സ്പീഡിലായിരിക്കും കേട്ടോ പോകുന്നത്. സോ ക്യാരിങ് മോസ്റ്റ് ഓഫ് ദ റിലീസ്ഡ് എനർജി ആസ് കൈനറ്റിക് എനർജി. ഇവിടെ റിലീസ് ചെയ്യപ്പെടുന്ന റേഡിയേഷൻ ഉണ്ടാവില്ലേ, അത് ഗാമ റേസ് ആയിരിക്കും. ആർ ഓൾസോ എമിറ്റഡ് കോൺട്രിബ്യൂട്ടിങ് ടു ദി ഓവറോൾ എനർജി ഔട്ട്പുട്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയിൻ റിയാക്ഷൻ ആണ്. ചെയിൻ റിയാക്ഷനിൽ വരുന്നത് ഈ ഒരു ഫിഷൻ പ്രോസസ്സിൽ ഉണ്ടാകുന്ന ഫ്രീ ന്യൂട്രോൺസ് ഉണ്ടാവുമല്ലോ റിലീസ് ചെയ്യപ്പെടുന്ന ഫെർദർ ഫിഷൻ റിയാക്ഷന് ഇഫ് ദേ ആർ ക്യാപ്ചേർഡ് ബൈ അതർ ഫിസൈൽ ന്യൂക്ലിയ. ഒരു അതർ ഫിസൈൽ ന്യൂക്ലിയനെ അത് ആ ഒരു ന്യൂട്രോൺസ് ക്യാപ്ചർ ചെയ്യാന്നുണ്ടെങ്കിൽ ഫെർദർ ഫിഷൻ റിയാക്ഷനും തുടക്കം കുറിക്കും. ഒരു കൺട്രോൾഡ് ചെയിൻ റിയാക്ഷനിൽ the number of neutron is carefully regulated to maintain a steady rate of fission. നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ചെയിൻ റിയാക്ഷൻ ഉണ്ടാവുമല്ലോ, അത് നമുക്ക് തന്നെ ആ ഒരു സ്റ്റഡി ഫിഷൻ റേറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു സ്റ്റേബിൾ ഔട്ട്പുട്ട് ഓഫ് എനർജി അതുകൊണ്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ അൺകൺട്രോൾഡ് ചെയിൻ റിയാക്ഷനിലാണെങ്കിൽ അത് എക്സ്പോണൻഷ്യലി അത് റാപ്പിഡായിട്ട് തന്നെ ഇങ്ങനെ ന്യൂക്ലിയർ ബോംബൊക്കെ ഇതിന് എക്സാമ്പിളാണ് കേട്ടോ. അൺകൺട്രോൾഡ് ചെയിൻ റിയാക്ഷന് അത് ഇങ്ങനെ റാപ്പിഡ്ലി അത് ഫീസ് ചെയ്ത് നിൽക്കും. സോ ഇത് റിലീസിങ് ആൻ ഇനോമസ് എമൗണ്ട് ഓഫ് എനർജി ഇൻ എ വെരി ഷോർട്ട് ടൈം. അപ്പോൾ അത്രത്തോളം എനർജി വെരി ഷോർട്ട് ടൈമിൽ തന്നെ അത് എനോമസ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് ദി നമ്മുടെ മെക്കാനിസം ഓഫ് ന്യൂക്ലിയർ ഫിഷനിൽ വരുന്നത്. സോ അതിൽ നമുക്ക് നോക്കാം, ഒന്നും കൂടെ നമുക്കിതിനെക്കുറിച്ച് പറയാം. ഫസ്റ്റ് വരുന്നത് ഈ ഒരു ന്യൂക്ലിയർ ഫിഷന് നമ്മൾ എന്താ എടുത്തത്, ഈ യുറാനിയം ആണല്ലേ, യുറാനിയം 235 ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ന്യൂട്രോൺ അബ്സോർപ്ഷൻ യുറാനിയം 235 മാസ് നമ്പർ ആയിട്ടുള്ള. സോ ദ ന്യൂട്രോൺ അബ്സോർപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ദറ്റ് ഈസ് യുറാനിയം 235 95 പ്ലസ് ന്യൂട്രോൺ അബ്സോർബ് ചെയ്തു. ആൻഡ് നമ്മൾ എന്തായിട്ട് മാറി, 236 അല്ലേ, എനർജി 236 92 ആയിട്ട് മാറി. ആൻഡ് ന്യൂക്ലിയർ ഫിഷൻ വഴി അത് പിന്നീട് ഉണ്ടാകുന്ന റിയാക്ഷൻസ് ആണ് കേട്ടോ ഞാനിവിടെ എഴുതുന്ന. ഒരു ന്യൂട്രോണിനെ എടുത്തിട്ട് ഈ ഒരു ന്യൂക്ലിയ ആയി മാറി. ആൻഡ് 230 ന്യൂട്രോണിനെ അബ്സോർബ് ചെയ്താണല്ലോ, 236 92 ടു ക്രിപ്റ്റോണും ബാരിയം ആൻഡ് പ്ലസ് ക്രിപ്റ്റോൺ 141 36 പ്ലസ് ബാരിയം 141 ആൻഡ് 50 പ്ലസ് കൂടെ 3 ന്യൂട്രോൺസും എമിറ്റ് ചെയ്യുന്നുണ്ട്, പ്ലസ് എനർജിയും വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഫൈനൽ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ ആണ്. ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂട്രോൺസ് ഉണ്ടാവുമല്ലോ, അത് പ്രൊഡ്യൂസ് ബൈ വൺ ഫിഷൻ ഇവൻറ്റ് ട്രിഗർ അഡീഷണൽ ഫിഷൻ ഇവൻറ്റ്സ്. സോ ഒരു സെൽഫ് സസ്റ്റെയിനിങ് പ്രോസസ്സ് തന്നെ അത് ലീഡ് ചെയ്യുന്നുണ്ട്.
ഈ ഒരു റിയാക്ഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ആൻഡ് കൺട്രോൾ ചെയ്യുന്നതിന് റിയാക്ഷനെ നമ്മൾ ന്യൂക്ലിയർ റിയാക്ടർ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അൺകൺട്രോൾഡ് റിയാക്ടർ ന്യൂക്ലിയർ ബോംബാണ് കേട്ടോ വരുന്നത്. അപ്പം ചെയിൻ റിയാക്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഇനീഷ്യൽ ഫിഷനാണ്. ഹെവി ന്യൂക്ലിയസ് ഉണ്ടാവുമല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ യുറാനിയം 235, അത് ഒരു ന്യൂട്രോണിനെ അബ്സോർബ് ചെയ്യും. അത് എന്തായിട്ട് ആൻഡ് ദിസ് ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്യും ആൻഡ് അത് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനർജി റിലീസ് ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ആൻഡ് റേഡിയേഷൻ ആണ്. പിന്നെ കൂടാതെ എന്താ 2 സ്മോളർ ന്യൂക്ലിയസ്, ആ ഒരു 2 സ്മോളർ ന്യൂക്ലിയസിനെ ഫിഷൻ ഫ്രാഗ്മെൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു യുറാനിയം 235 സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ഡോട്ടർ സെൽസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ വരുന്നത് ന്യൂട്രോൺ ഇൻഡ്യൂസ്ഡ് ഫിഷൻ ആണ്. ന്യൂട്രോൺസ് റിലീസ്ഡ് ബൈ ദ ഫസ്റ്റ് ഫിഷൻ ഇവൻ ക്യാൻ ദെൻ go on to collide with other nearby fissile. ഇപ്പം ഇവിടെ വന്നിട്ടുള്ള ആ ഒരു ഡോട്ടർ സെൽസ് ഉണ്ടാവുമല്ലോ, അത് നിയർ ബൈ ഇതുമായിട്ട് കൊളോയിഡ് ചെയ്യുന്നുണ്ട്. സോ if these neutrons are absorbed by the fissile nuclei they can trigger further fission events. അത് പിന്നെയും ആ ഒരു ഫിഷൻ ഇവൻ്റ് അത് തുടർന്നുകൊണ്ടിരിക്കും. ഓക്കെ, so sustaining the reaction, each fission event produce more neutrons which can go on trigger more fission events in a chain like manner. ഇപ്പോൾ ഈ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, ഒരു ചെയിൻ ലൈക്ക് മാനർ ഒന്നിൽ കൊണ്ടേ ഇടിച്ചു ആൻഡ് നെക്സ്റ്റ് അത് ഫീസ് ചെയ്തിട്ട് പിന്നെയും അത് നൈബറിങ് ആയിട്ടുള്ള ആ ഒരു ന്യൂക്ലിയസിൽ പോയിട്ട് പിന്നെയും ആ ഒരു റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ന്യൂക്ലിയർ റിയാക്ഷന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 തരത്തിലുണ്ട്. കൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ ഉണ്ട്, അത് ന്യൂക്ലിയർ റിയാക്ടറാണ്. ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ഉണ്ടല്ലോ, ഈ ഒരു ചെയിൻ റിയാക്ഷന് കെയർഫുള്ളി കൺട്രോൾ ചെയ്തിട്ടുണ്ട്, ഒരു എനർജി റിലീസ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് അൺകൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ യൂസ് ചെയ്യുന്ന ന്യൂക്ലിയർ ബോംബിലാണ്. ദ ചെയിൻ റിയാക്ഷൻ ഈസ് അൺകൺട്രോൾഡ് ആൻഡ് ഒക്കേഴ്സ് വെരി ക്വിക്ക്ലി. പെട്ടെന്ന് തന്നെ ഈ ഒരു റിയാക്ഷൻ പെട്ടെന്ന് വരും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ എനർജി നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ദ മാസ് ഓഫ് ഫിസൈൽ മെറ്റീരിയൽ ഈസ് അറേഞ്ച്ഡ് ഇൻ എ സച്ച് എ വേ ദാറ്റ് ദി റിയാക്ഷൻ ബിക്കം സൂപ്പർ ക്രിറ്റിക്കൽ ആൻഡ് ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് ഇൻ എ വെരി ഷോർട്ട് ടൈം. സോ റിസൾട്ടിങ് ഇൻ എ മാസീവ് എക്സ്പ്ലോഷൻ. ഇതാണ് നമുക്ക് ഒരു മാസീവ് എക്സ്പ്ലോഷനൊക്കെ കാര്യങ്ങളാണ് ആ ഒരു ബോംബിലൊക്കെ നമുക്ക് ഈ ഒരു കണ്ടിന്യൂസ് ചെയിൻ റിയാക്ഷൻ മൂലമാണ് കേട്ടോ അത് വരുന്നത്. ഇപ്പോൾ നമുക്കൊരു ചെയിൻ റിയാക്ഷൻ ഉദാഹരണം നോക്കാം. ഇതിൽ പറഞ്ഞത് തന്നെ 235 ഫിഷൻ യുറാനിയത്തിൻ്റെ ഒരു ന്യൂട്രോണ് 235-നെ യുറാനിയം 235-നെ സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ അതെന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യൂലേ, ആ ഒരു ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്യും, റിലീസിങ് എനർജി ആൻഡ് ഒരു 2-3 ഇതിൽ 2 ന്യൂട്രോൺസിനെ അത് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കേസിൽ തന്നെ എനർജിയും അതിൻ്റെ കൂടെ തന്നെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ന്യൂട്രോൺസ് അതർ യുറാനിയം ആറ്റവുമായിട്ട് സ്ട്രൈക്ക് ചെയ്യൂലേ, റിലീസിങ് മോർ ന്യൂട്രോൺസ് ആൻഡ് എനർജി. അപ്പോൾ ഇതും കൂടുതലും ന്യൂട്രോൺസും എനർജിയും റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ക്രിയേറ്റിംഗ് എ സെൽഫ് സസ്റ്റെയിനിങ് ചെയിൻ ഓഫ് റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷനിൽ പറയാനുള്ളത്. കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ന്യൂക്ലിയർ റിയാക്ടർ എന്ന് നോക്കാം. ഇതൊരു ഡിവൈസാണ്, ഒരു സസ്റ്റെയിൻ ചെയ്തിട്ടുള്ള ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷന് എന്നിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഡിവൈസാണ് ന്യൂക്ലിയർ റിയാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഈ ഒരു എനർജി ഉണ്ടല്ലോ ഹീറ്റിൻ്റെ ഫോമിലായിരിക്കും കേട്ടോ ഉണ്ടാകുന്നത്. ഇറ്റ്സ് യൂസ്ഡ് ടു ജനറേറ്റ് സ്റ്റീം വിച്ച് ഡ്രൈവ്സ് ടർബൈൻസ് ദാറ്റ് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. എന്നിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു റിയാക്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഹൈലി കൺട്രോൾഡ് കണ്ടീഷനിലാണ്. കാരണം അത് നമുക്കതിൻ്റെ സേഫ്റ്റി ആൻഡ് എഫിഷ്യൻസി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ കീ കോമ്പണൻസ് ആയിട്ട് വരുന്നത് നമുക്ക് ഈ ഒരു പിക്ചറിൽ തന്നെ കാണാം അല്ലേ. കൺട്രോൾ റോഡ്സ് ഉണ്ട്, കൂളിംഗ് സിസ്റ്റം ഉണ്ട്, സ്റ്റീം ജനറേറ്റർ ഉണ്ട്, ടർബൈൻ ഉണ്ട്, കണ്ടൻസർ ഉണ്ട്, ആൻഡ് ഓൾസോ ഉണ്ട് പമ്പ് സെറ്റിംഗ്, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പം ഫസ്റ്റ് വരുന്നത് നമുക്കിതിൽ യുറാനിയം കണ്ടെയ്നേഴ്സ് എന്താണെന്ന് നോക്കാം. അപ്പം ഇതിനെ ഫ്യൂവൽ റോഡ്സ് എന്നും പറയുന്നുണ്ട് കേട്ടോ.
The fuel in a nuclear reactor consists of rods containing enriched uranium 334. സോ ഇതാണ് ഇതിൻ്റെ ഫിസൈൽ മെറ്റീരിയൽ. ഈ ഒരു മെറ്റീരിയലാണ് ന്യൂക്ലിയർ ഫിഷന് പോകുന്നത് കേട്ടോ. ഈ ഒരു യുറാനിയം ആറ്റംസ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ദേ റിലീസ് എ ലാർജ് എമൗണ്ട് ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് കൺട്രോൾ റോഡ്സ് ആണ്. കൺട്രോൾ റോഡ്സ് സോ അബ്സോർബ് ന്യൂട്രോൺസ് വെച്ചിട്ടാണ് കേട്ടോ അത് മെയ്ഡപ്പ് ഓഫ് ചെയ്യുന്നത്. സോ ബോറോൺ അല്ലെങ്കിൽ കഡ്മിയം ഒക്കെയാണ് ഇതിന് എക്സാമ്പിളായിട്ട് വരുന്നത്. ഈ ഒരു റോഡ്സ് ഇൻസേർട്ടഡ് ഇൻറ്റു അല്ലെങ്കിൽ വിഡ്രോൺ ഫ്രം ദ റിയാക്ടർ കോർ ടു കൺട്രോൾ ദ റേറ്റ് ഓഫ് ദി ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ. ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റോഡ് നമ്മൾ അവിടെ ഇനിഷ്യേറ്റ് വെച്ചിരിക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂളൻ്റ് ആണ്. ഇവിടെ ഒരു കൂൾ ലിക്വിഡ് നിങ്ങൾ കാണുന്നുണ്ടല്ലേ. സോ ദിസ് ദ കൂൾ ലിക്വിഡ്. അതിലുണ്ടാകുന്ന ലിക്വിഡ് ഒന്നെങ്കിൽ ടിപ്പിക്കലി ഒരു വാട്ടർ അല്ലെങ്കിൽ സോഡിയത്തിൻ്റെ ലിക്വിഡും ആയിരിക്കും. ഈ ഒരു കൂളൻ്റ് എന്താണ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. ഇൻ പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടേഴ്സിൽ അല്ലെങ്കിൽ കൂളൻ്റ് റിമെയിൻസ് ലിക്വിഡ് അണ്ടർ ഹൈ പ്രഷർ. വൈൽ ഇൻ ദ ബോയിലിംഗ് വാട്ടർ റിയാക്ടേഴ്സിൽ ദ കൂളൻ്റ് ടേൺസ് ഡയറക്റ്റ്ലി ഇൻ ടു സ്റ്റീമായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ടർബൈനാണ്. ടർബൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ പ്രഷർ സ്റ്റീം ഉണ്ടല്ലോ, സ്റ്റീം ജനറേറ്ററിൽ വരുന്ന ഫ്ലോ ചെയ്ത് വരുന്ന ഫ്ലോസ് ത്രൂ ദി ബ്ലേഡ്സ് ഓഫ് എ ടർബൈനിലേക്കാണ് വരുന്നത്. സോ ദ steam pushes the turbine blades, it causes the turbine to spin. The turbine is connected to a generator. ഒരു ജനറേറ്ററുമായിട്ടാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം ടർബൈന് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇലക്ട്രിക് ടർബൈൻ എന്താ നെക്സ്റ്റ് വരുന്ന ഇലക്ട്രിക് ജനറേറ്ററാണ് അല്ലേ. ഇത് ആ ഒരു ടർബൈനുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഒരു ടർബൈൻ സ്പിൻ ചെയ്യുമ്പം ടേൺ എ കോയിൽ ഓഫ് വയർ വിത്ത് എ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ ജനറേറ്റർ. അപ്പം മെക്കാനിക്കൽ എനർജി ടർബൈനിനുള്ളിലെ മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നു ത്രൂ എ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പം ഇവിടെ നിങ്ങൾ ഒരു കണ്ടൻസർ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു കണ്ടൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ പാസിങ് ത്രൂ ദി ടർബൈൻ ദ സ്റ്റീം ഈസ് കൂൾഡ് ആൻഡ് കണ്ടൻസ്ഡ് ബാക്ക് ഇൻ ടു വാട്ടർ ഇൻ ദി കണ്ടൻസർ. സോ ഈ ഒരു കണ്ടൻസർ യൂസ് ചെയ്യുന്നത് കൂൾ ലിക്വിഡ്, അതായത് വാട്ടറിലോ അല്ലെങ്കിൽ നിയർ ബൈ റിവറിൽ അല്ലെങ്കിൽ ഓഷ്യനിലോ ഉള്ള ഇതിലാണ് കണ്ടൻസർ യൂസ് ചെയ്യുന്നത്. ടു കൂൾ ദി സ്റ്റീം ആൻഡ് റിട്ടേൺ ഇറ്റ് ടു ഇറ്റ്സ് ലിക്വിഡ് സ്റ്റേറ്റ്. ആ ഒരു സ്റ്റീമിനെ എന്ത് ചെയ്യാൻ വേണ്ടി കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ടൻസർ വെച്ചിരിക്കുന്നത്. സോ അതിനെ റിട്ടേൺ ചെയ്ത് അതിൻ്റെ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് തന്നെ ഇത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം ഈ ഒരു ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ. ഫസ്റ്റ് വരുന്ന ന്യൂക്ലിയർ ഫിഷനാണ്. സോ ദ ന്യൂക്ലിയർ ഫ്യൂവൽ അണ്ടർഗോസ് ഫിഷൻ ഇൻ ദി റിയാക്ടർ കോർ. യുറാനിയം ന്യൂക്ലിയസുമായിട്ട് ഒരു ന്യൂട്രോൺ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അതെന്താണ് സ്മോളർ ന്യൂക്ലിയ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നല്ലോ. അത് എനർജി എന്തിൻ്റെ ഫോമിലായിരിക്കും റിലീസ് ചെയ്യുന്നത്? ഹീറ്റായിട്ടായിരിക്കും കേട്ടോ മാറുന്നത്. പിന്നെ അഡീഷണൽ ന്യൂട്രോൺസും അത് റിലീസ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ന്യൂട്രോൺസ് ക്യാൻ കോസ് ഫർദർ ഫിഷൻ ലീഡിങ് ടു എ ചെയിൻ റിയാക്ഷൻ. അപ്പം ഇനി നെക്സ്റ്റ് വരുന്നത് എനർജി ഫ്രം ദ ഫിഷൻ ഹീറ്റ് ദി കൂൾ ആൻഡ് സർക്യുലേറ്റിംഗ് അറൗണ്ട് ദി ഫ്യൂവൽ റോഡ്സ്. ഫിഷൻ ഉണ്ടാകുന്ന എനർജി ഉണ്ടാവല്ലോ, ദാറ്റ് ഹീറ്റ് ദി കൂൾ ആൻഡ് സർക്കുലേറ്റിംഗ് അറൗണ്ട് ദി ഫ്യൂവൽ റോഡ്സ്. അപ്പോൾ ഈ ഒരു കൂളൻ്റ് എനർജീനെ ഹീറ്റ് എനർജീനെ അബ്സോർബ് ചെയ്യും. റിയാക്ടർ കോറിൽ ഉണ്ടാക്കുന്ന ഹീറ്റ് എനർജീനെ അത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. സോ ദ ഹീറ്റഡ് കൂളൻ്റ് ഫ്ലോസ് ത്രൂ ദി സ്ട്രീം ജനറേറ്റർ. ഒരു സ്ട്രീം ജനറേറ്റർ വഴി വെച്ചിട്ടാണ് കേട്ടോ ഇത് ഫ്ലോ ചെയ്യുന്നത്. സോ ആൻഡ് ദെൻ ഇറ്റ് ടർബൈനിലേക്ക് പോകുന്നുണ്ട്. ഈ ഒരു സ്റ്റീം ജനറേറ്റർ വഴി അത് ഹൈ പ്രഷറിനെ സ്റ്റീമാക്കിയിട്ട് മാറ്റുന്നു. ഇനിയിപ്പം ഇവിടെ ഉണ്ടാകുന്ന ടർബൈൻ ആക്ഷൻ എന്താണ്? ഒരു ഇവിടെ ഉണ്ടാകുന്ന സ്റ്റീം ഉണ്ടാവുമല്ലോ, ഈ ഒരു സ്റ്റീം ടർബൈനിലേക്ക് പോകുന്നുണ്ട്. ഈ ഒരു സ്റ്റീം ഇതുവഴി ടർബൈനിലേക്ക് പോകുന്നുണ്ട്. സോ where it spins the turbine blades, the turbine is connected to a generator that converts the mechanical energy of the spinning turbine into electrical energy. അപ്പോൾ മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന എന്താണ്? ഇലക്ട്രിക്കൽ ജനറേറ്ററാണ് കേട്ടോ.
സോ ഇത്രയൊക്കെയാണ് ഈ ഒരു ന്യൂക്ലിയർ റിയാക്ടർ വരുന്നത്. നെക്സ്റ്റ്, so the heat inside the reactor core of a reactor due to fission is removed by circulating a coolant. So the heated coolant is made to give up its heat to a secondary fluid, usually water, in a heat exchanger. This generates steam which is used to drive turbine generator system to produce electricity in a power plant and discharged into a river, lake, sea in a research reactor. സോ ഇത് തന്നെയാണ് ഞാൻ കുറച്ച് മുൻപേ ഒരു ന്യൂക്ലിയർ റിയാക്ടറിൽ എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷനാണ്. ഫിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയസിനെ സ്പ്ലിറ്റ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ ഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഫ്യൂസ് ചെയ്യുന്നതിനാണ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. ദ പ്രോസസ് ഇൻ വിച്ച് ടു ലൈറ്റ് ന്യൂക്ലിയർ കമ്പൈൻ ടു ഫോം എ ഹെവിയർ ന്യൂക്ലിയസ് ഇസ് കോൾഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഇറ്റ് ഹാസ് എ മോർ വാല്യുബിൾ എനർജി ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഹവർ ഈ ഒരു പ്രോസസ്സിൽ ന്യൂക്ലിയർ ഫിഷനേക്കാളും ഡിഫിക്കൽട്ടാണ് ഈ ഒരു പ്രോസസ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം രണ്ട് ന്യൂട്രോൺസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. സോ നമ്മൾ ഇതിനെ രണ്ടിനെയും ഫ്യൂസ് ചെയ്യുമ്പോൾ ദേ റിപ്പൽ ഈച്ച് അതർ വെരി സ്ട്രോങ്ലി ആൻഡ് റിയാക്ഷൻ ഈസ് ഇമ്പോസിബിൾ. എല്ലാത്തിനുമില്ല, അപ്പോൾ കുറച്ചും കൂടെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ന്യൂട്രോൺസിനെ നിയർലി ഒരു 10 മില്യൺ കെൽവിനിലേക്ക് ഹീറ്റ് ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ റിപ്പൾഷനെ മറികടന്നിട്ട് ഹീലിയം ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹീറ്റ് ചെയ്യുമ്പോൾ ന്യൂട്രോൺസിനാണല്ലോ ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹീറ്റ് ചെയ്യുമ്പോൾ ന്യൂട്രോൺസിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കൈനറ്റിക് എനർജി കിട്ടുന്നത് കൊണ്ടാണ് ഈ ഒരു സംഭവം സാധ്യമാകുന്നത്. നമുക്കിങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഫ്യൂഷൻ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഇതിലെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഹൈ ടെമ്പറേച്ചർ പ്രോസസ്സ് കഴിയുന്നത് വരെ നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ റിയാക്റ്റൻസിന് ഉണ്ടല്ലോ, അതിനെ ഫ്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നിലനിർത്താൻ വേണം. ഓക്കെ, അപ്പോൾ ഇതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ ഒരു എനർജി ഇൻ സൺ ആണ്. സോ എനർജി ഇൻ സൺ അല്ലെങ്കിൽ നമുക്ക് ഇത്രത്തോളം വെളിച്ചം തരുന്നതൊക്കെ നമ്മുടെ എനർജിയാണ്, സണ്ണാണ്. അപ്പോൾ ആ ഒരു സണ്ണിനുണ്ടാകുന്ന എനർജി അതിൻ്റെ ഉറവിടം എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സണ്ണിൽ മെയിൻലി കൺസിസ്റ്റ് ചെയ്യുന്നത് ഹീലിയം ആൻഡ് ഹൈഡ്രജൻ ഗ്യാസസ് ആണ്. അപ്പം ടെമ്പറേച്ചർ, ആ ഒരു സണ്ണിൻ്റെ സെൻറ്ററിലുള്ള ടെമ്പറേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയർലി അതൊരു 20 മില്യൺ കെൽവിനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഹൈ ടെമ്പറേച്ചറാണ്. അപ്പോൾ ഈ ഒരു ഹൈ ടെമ്പറേച്ചറിലും പ്രഷറിലും ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടാവുമല്ലോ, അത് ഹൈ സ്പീഡിൽ ട്രാവൽ ചെയ്യും ആൻഡ് കൊളോയിഡ് സെറ്റിംഗ് ഇൻ എ തെർമോ ന്യൂക്ലിയർ റിയാക്ഷൻ. സോ ആൻഡ് റിസൾട്ടൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ലാർജ് എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു ഇക്വേഷനാണ് ഈ ഒരു ഇപ്പം നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഹെൻസ് ദ റിസൾട്ട് ഈസ് 4 ഹൈഡ്രജൻ ന്യൂക്ലിയ അല്ലേ. റിസൾട്ടായിട്ട് നമുക്ക് കിട്ടുന്നത് ഹീലിയം ന്യൂക്ലിയസ് ആയിട്ട് ഫ്യൂസ് ചെയ്തത് 2 പോസിട്രോൺസ് റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. പോസിട്രോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലുക്ക് ലൈക്ക് ഒരു ഇലക്ട്രോൺ എന്നെ പോലെ തന്നെ ആയിരിക്കും, ഒരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് ആണ്, പക്ഷേ സെയിം മാസ് ആയിരിക്കും. ഇതിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും എന്നേ ഉള്ളൂ കേട്ടോ. ദാറ്റ് ഈസ് 26.8 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് എനർജി ആയിരിക്കും ഇത് വരുന്നത്. ഇത്രയാണ് സണ്ണിൻ്റെ എനർജി വരുന്നത്. ഹസാർഡ്സ് ഓഫ് ന്യൂക്ലിയർ റേഡിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ന്യൂക്ലിയർ റേഡിയേഷൻ വഴി ഉണ്ടല്ലോ പല ഹെൽത്ത് ഇഷ്യൂസും വരുന്നുണ്ട്. അപ്പം ആ ഒരു ഹെൽത്ത് ഇഷ്യൂസൊക്കെ അത് നമുക്കത് മറികടക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. കൂടുതലായിട്ട് വരുന്ന അക്യൂട്ട് റേഡിയേഷൻ സിൻഡ്രോംസ്, ക്യാൻസർ ആൻഡ് ജനറ്റിക് മ്യൂട്ടേഷന്, ഡാമേജ് ഓർഗൻസ് ഇൻ ടിഷ്യൂസ്, അതൊക്കെയാണ് നമുക്ക് വരുന്ന ആ ഒരു ന്യൂക്ലിയർ റേഡിയേഷൻ വഴി ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. ഓക്കെ, ഇനി there is no control on natural source of radiation. However, efforts can certainly be made to lower down radiation from man-made sources. Some of these are to ന്യൂക്ലിയർ എക്സ്പ്ലോഷനെ നമ്മൾ അവോയ്ഡ് ചെയ്യാം. പിന്നെ മിനിമൈസ് പ്രൊഡക്ഷൻ ഓഫ് റേഡിയോ ഐസോട്ടോപ്സിൻ്റെ പ്രൊഡക്ഷൻ മിനിമൈസ് ചെയ്യാം. എക്സ്ട്രീം കെയർ ഷുഡ് ബി എക്സസൈസ്ഡ് ഇൻ ദ ഡിസ്പോസൽ ഓഫ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് കണ്ടെയ്നിങ് ട്രേസസ് ഓഫ് റേഡിയോ ന്യൂക്ലിയേഴ്സ്. അപ്പം അതിൻ്റെ ഒരു ഡിസ്പോസൽ ഉണ്ടാവുമല്ലോ ഇൻഡസ്ട്രിയൽ വേസ്റ്റിൻ്റെ, അത് ഷുഡ് ബി കൂടുതലായിട്ട് എക്സ്ട്രീം കെയർ ചെയ്യാം. ആൻഡ് ദ ന്യൂക്ലിയർ മെഡിസിൻസ്
ആൻഡ് റേഡിയേഷൻ തെറാപ്പി ഷുഡ് ബി യൂസ്ഡ് ഓൺലി വെൻ അബ്സല്യൂട്ട്ലി നെസസറി ആൻഡ് വിത്ത് വെൽ കൺസിഡേർഡ് ഡോസസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കതിൻ്റെ സോഴ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ഫ്യൂഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.